അപ്പോൾ നമസ്കാരം. ഈ ഒരു സ്ഥലം കാണാത്തൊരു കുറവായിരിക്കും തൃശ്ശൂർക്കാരായിട്ട്. കാരണം ഒരുപാട് പേര് ഇവിടെ ജാമിൽ പെട്ടിട്ടുണ്ട്. നല്ല ട്രാഫിക് കുരുക്കാണ് ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലഘട്ടമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കുരുക്കെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുട്ടനെല്ലൂർ ജംഗ്ഷനിലെ ഈ ഒരു റൗണ്ട് അബൌട്ടാണ്. ഈ ഉരുളി പോലെ ഇരിക്കുന്ന ഈ ഒരു റൗണ്ട് അബൌട്ടിലാണ് 4 സൈഡിൽ നിന്ന് വണ്ടികൾ വന്ന് ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ അത് ആണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത് ഇപ്പോൾ മാൾ വന്നതോടുകൂടി തിരക്ക് കൂടി എല്ലാ വാഹനങ്ങളും മാളിലേക്ക് തിരിയാനായിട്ട് നിൽക്കുന്നതുമാണ്. അതുപോലെ തന്നെ മാളിലേക്ക് വരുന്ന വാഹനങ്ങൾ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പാർക്ക് ചെയ്ത് പൊക്കോളോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരും. കാരണം ഫൈൻ നല്ല രീതിയിൽ കിട്ടും. പറയാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. വണ്ടി അവിടെ പാർക്ക് ചെയ്തത് ഫൈൻ കിട്ടും. അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഓൾറെഡി വച്ചിട്ടുണ്ട്. അപ്പോൾ മാള് തുറന്നതോടുകൂടി ഒടുക്കത്തെ തിരക്കാണ്. അതായത് എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവർ നേരെ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ വരുമ്പോൾ ഓൾറെഡി അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് കുറയ്ക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് കുട്ടനെല്ലൂർ പോയിട്ട് തിരിഞ്ഞു വരാം, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട് പോയിട്ട് തിരിഞ്ഞു വരാം. അല്ല, ഒറ്റയടിക്ക് കിടക്കുമ്പോഴാണ് ബ്ലോക്ക് വരുന്നത്. ആംബുലൻസ് വരെ ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ബ്ലോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ നിന്നപ്പോഴൊന്നും ആരും സഹകരിച്ചിട്ടില്ല. കാരണം സഹകരിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയില്ല. പക്ഷെ ഒരു ചേട്ടനോട് ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് സമയമൊന്നുമില്ല, എനിക്ക് ആദ്യം പോകണമെന്നാണ്. അപ്പോൾ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഈ ഒരു കുരുക്ക് ഒഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. പാർക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് കറക്റ്റായിട്ട് നേരെ കിടക്കാം. പക്ഷേ ഹൈവേയിലേക്ക് കടക്കാൻ നിൽക്കുന്ന വണ്ടികൾ, തൃശ്ശൂർ ഭാഗത്തു നിന്നും ബൈപ്പാസിലേക്ക് കടക്കാൻ നിൽക്കുന്ന വണ്ടികൾ ഇവിടെ ഒന്ന് ജാമാവുകയാണ്. അതുപോലെ തന്നെ നടത്തറ ഭാഗത്ത് നിന്ന് വരുന്ന മാളിലേക്ക് വരുന്ന വാഹനങ്ങളും കൂടി ജാമാണ്. അപ്പോൾ കറക്റ്റ് വഴി കൂടെ നിങ്ങൾ കടക്കുകയാണെങ്കിൽ ശരിയായിട്ട് നിങ്ങൾക്ക് തിരിയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് തിരിയാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ കുട്ടനെല്ലൂർ പോയിട്ട് തിരിഞ്ഞ് റിട്ടേൺ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്, ബാക്കിലും അതിൻ്റെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ തിരിയുമ്പോൾ ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ മാൾ വന്നതോടുകൂടി ശനി ഞായറൊക്കെ ഗംഭീര ബ്ലോക്കാണ് ഈ വഴിയിൽ. അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ച ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാം. ചെറിയ റോഡാണ്, വാഹനങ്ങൾ ഒരുപാടുണ്ട്. ഈ ഉരുളിയുടെ അവിടെയും അതുപോലെ തന്നെയാണ്. നിങ്ങൾ വാഹനങ്ങൾ കടന്നു പോകാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് നിർത്തി കൊടുക്കുക. ഇരു സൈഡിലുള്ള വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് പോവാം. ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് നിന്ന് ആ ട്രാഫിക്കിൽ കഷ്ടപ്പെടുന്നവർ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ട് അതിൻ്റെ ഇടയിലുള്ള ഒരാളായിരുന്നു ഞാനും. നല്ല രീതിയിൽ കുട്ടനെല്ലൂർ വികസിച്ചാൽ മാത്രമേ റോഡ് ബ്ലോക്കിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കൂ. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എല്ലാവരും സഹകരിച്ച് മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് വണ്ടിയുമ്പോൾ കാലുമൊന്ന് മുട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സഹകരിക്കുക.